ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കി ബിഗ് ബോസിൽ അടക്കം കയറ്റിവിട്ട് 2024-ലും 2025-ലും ഇപ്പോഴിതാ 2026-ലും ഓള് സോഷ്യൽ മീഡിയയുടെ താരമായി മാറുകയാണ്. അതേ, പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഹോസ്റ്റസും നഴ്സും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവും ബാർ ഡാൻസറും ഒപ്പം തന്നെ ബാറുകളുടെ അംബാസിഡറുമായി മാറിക്കഴിഞ്ഞ നമ്മുടെ എല്ലാം പ്രിയ താരം നമ്മൾ നെഞ്ചിലേറ്റിയ രേണുസുതിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന 2 അപ്ഡേറ്റുകൾ തരാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്ന് വളരെ എക്സ്ക്ലൂസീവ് ആണ്, ഇതുവരെ ആരും പങ്കുവെക്കാത്തൊരു അപ്ഡേറ്റ് ആണ്. അത്തരത്തിലൊരു അപ്ഡേറ്റ് രേണുസുതിയുടെ സ്ഥിരം കണ്ടന്റുകൾ ചെയ്യുന്ന പഹയന്മാർ പോലും പങ്കുവച്ചിട്ടില്ല. അതേ, എല്ലാവരെയും ഞെട്ടിക്കാൻ പോവുകയാണ് നമ്മുടെ പ്രമുഖ താരം. ഇന്നലെ പ്രമുഖ താരം പങ്കുവെച്ച ആ ഒരു റീൽസ്, അതിലേക്ക് നമുക്ക് ആദ്യം പോവാം. പ്രമുഖ താരം പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താരം തന്റെ നിലവിട്ട് ചില പെരുമാറ്റങ്ങൾ നടത്തുന്നു. ഒരുപക്ഷെ താരത്തിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കാം താരം പരസ്യമായി തള്ളക്കി വിളിച്ചിരിക്കുകയാണ്. അതായത് 2 വ്യക്തികളെ പരസ്യമായി താരം തള്ളക്കി വിളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അതായത് താരം ഇന്നലെ ഒരു വീഡിയോ, താരത്തിന്റെ സാധാരണ നിലയ്ക്കുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് താരം പോസ്റ്റ് ചെയ്യുന്നു. വളരെ നല്ല ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. താരം വളരെ മാന്യമായ രീതിയിലാണ് ആ ഒരു റീൽസിൽ അപ്പിയർ ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ഒരു വീഡിയോ താരം പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് താഴെ വന്ന കമന്റുകൾ, അതായത് അതിലെ ഒരു കമന്റുകൾ ബഷീർ ബൻസി എന്ന് പറയുന്ന ഒരു കമന്റോളി അടിച്ചിരിക്കുന്നത്, സുധിച്ചേട്ടൻ ഉണ്ടെങ്കിൽ തവളേന്റെ കോപ്രായം നടക്കൂലല്ലോ എന്നൊരു കമന്റാണ് ഇട്ടത്. ആ ഒരു കമന്റിന് പ്രമുഖ നടി കൊടുത്തിരിക്കുന്ന മറുപടി, നിന്റെ അമ്മച്ചിയാണടാ തവള. വല്ലാത്ത ജാതി കമന്റ് തന്നെയാണ്. ബഷീർ എന്ന് പറയുന്ന ആ ഒരു പഹയനിക്ക് കുമ്പ് അറച്ചു കിട്ടിയിട്ടുണ്ട്. 2 ദിവസത്തേക്ക് ഇനി ഒന്നും കഴിക്കണ്ട, നിന്റെ അമ്മച്ചിയാണടാ തവള എന്നാണ് ഓനോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ വന്ന മറ്റൊരു കമന്റ്, ആ ചുമരിൽ പതിക്കാൻ തോന്നുന്നു പല്ലി, നിന്റെ അമ്മച്ചിയാണ് പല്ലി എന്നാണ് ഓനിക്കും മറുപടി താരം കൊടുത്തിരിക്കുന്നത്. അതായത് പരസ്യമായി തള്ളക്കി വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ താരത്തിനെതിരെ നിൽക്കുന്ന പ്രമുഖരായ പല വ്യക്തികളും, തിരുമേനി അടക്കമുള്ള ആളുകൾ ഒന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് താരത്തിന്റെ രീതികൾ മാറുന്നു, പരസ്യമായി തള്ളക്കി വിളിക്കുന്ന രീതിയിലേക്ക് പോലും താരം പോകുന്നു. അതായത് നടി റിയലൈസ് ചെയ്തിരിക്കുന്നു, സാധാരണ നിലയ്ക്ക് സെലിബ്രിറ്റീഡ് ആയിട്ടുള്ള ഈ പഹയന്മാരൊന്നും ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അവരെ അറ്റാക്ക് ചെയ്താൽ പോലും തിരിച്ച് തെറിയൊന്നും പറയാറില്ല. പക്ഷെ താരം അതിൽ നിന്നൊക്കെ വിട്ട് താരവും തെറി പറയുന്ന, അതായത് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനിടയിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ആ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത എന്താണെന്നുള്ള കാര്യം വളരെ എക്സ്ക്ലൂസീവായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, താരം ഇത്രയും അധികം പ്രൊവോക്ഡ് ആവാനുള്ള കാരണം, തള്ളക്കി വിളിക്കാനുള്ള ഒരു സാഹചര്യം, അതായത് താരം ഇത്രയും അധികം തനിക്ക് കിട്ടുന്നതിലെ തുകയിലെ ഏറിയ പങ്കും ചെലവഴിക്കുന്നത് ഈ പറഞ്ഞ സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയാണ്. താരത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം തന്റെ ആ ചെറിയ ശരീരത്തിൽ, ആ ഒരു പിഞ്ച് ശരീരത്തിൽ താരം കാണിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞതാണ്. ഈ രീതിയിൽ താരം റീൽസ് ചെയ്തിട്ട് പോലും ഈ രീതിയിൽ അവഹേളിക്കുന്ന കമന്റുകൾ താരത്തിന് സഹിക്കേണ്ടി വരുന്നത് ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ താരം ആ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. താരം നേരത്തെ അത്തരം ഒരു തീരുമാനം നമ്മളോടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്താണ് താരം ചെയ്യാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ സൂചന ലഭിച്ചിരിക്കും. അത് മറ്റൊന്നുമല്ല, ജിഞ്ചിവെക്ടോമി, അതിന്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലൊരു സർജറി താരം പറഞ്ഞത്, താരത്തിന്റെ പല്ലിന് ട്രീറ്റ്മെന്റ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കുറച്ചുകൂടി താരം ഒരുപടി മുമ്പ് എറിയുന്നു. താരത്തിന് ഏറ്റവും അധികം വിമർശനം ഏറ്റുവാങ്ങുന്നത് താരത്തിന്റെ പല്ല് അല്ലെങ്കിൽ മോണ, താരത്തിന്റെ ചിരിയുമായി ബന്ധപ്പെട്ടാണ്. ആ ഒരു ചിരി കറക്റ്റാക്കാൻ വേണ്ടി താരം ഏതാണ്ട് 3.5 ലക്ഷത്തോളം, അതായത് ലക്ഷങ്ങൾ മുടക്കി താരം ഒരു സർജറിക്ക് തയ്യാറാകുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്ന വിവരം ശരിയാണെങ്കിൽ താരം അതിനുള്ള എല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു, അളവുകൾ അടക്കം കൊടുത്തിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഈ മാസം തന്നെ താരം അതുമായി ബന്ധപ്പെട്ട് താരം സർജറിയിലേക്ക് കടക്കുകയായിരിക്കും. ഒരുപക്ഷെ പുതിയൊരു താരത്തെ, നമ്മൾ ഇതുവരെ കാണാത്ത മറ്റൊരു താരത്തെ ആയിരിക്കാം ഇനി നമ്മൾ കാണാൻ പോകുന്നത്. താരത്തെ അവഹേളിച്ച, പല്ലി എന്നും ഒരുപാട് ഇരട്ട പേരുകളിട്ട് അവഹേളിച്ചവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാകാൻ താരത്തിന്റെ പുതിയൊരു മുഖഭാവം എന്ന് ഏറെക്കുറെ ഇപ്പൊ തന്നെ ഉറപ്പിക്കാം. കാരണം ഇപ്പൊ തന്നെ നമ്മൾ താരത്തിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ ആരെങ്കിലും ആ ഇത്രയും പോർഷൻ ഒന്ന് കവർ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ താരത്തിന് ഒരു നെഗറ്റീവ് നമുക്ക് പറയാനില്ല. ഒരു അതീവ സുന്ദരിയായ ഒരു ഹിന്ദി സിനിമാ താരത്തെ പോലെ താരം നമുക്ക് തോന്നിയേക്കാം. ഒരുപക്ഷെ അത്തരത്തിലൊരു താരമായി താരം മാറിയേക്കാം എന്ന് തന്നെയാണ് പറയാനുള്ളത്.
ഞാൻ ഈ പറയുന്ന സംഭവം നിങ്ങൾ ഓർത്തു വെച്ചോണം. അതായത് താരം മറ്റൊരു രൂപത്തിൽ ഈ മോണ ഇങ്ങനെ മാറ്റിയുള്ളൊരു സർജറി എന്ന് പറയുന്ന അങ്ങനെ സർജറി നടത്തിയ ആളുകളുടെ ബിഫോറും ആഫ്റ്ററും ഫോട്ടോയും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാവും. അതായത് ആളെ തന്നെ തിരിഞ്ഞു പോകുന്ന രീതിയിലാണ്. പലർക്കും ഈ പറഞ്ഞ മോണയുടെയോ അല്ലെങ്കിൽ ചിരിയുടെ ഒക്കെ പ്രശ്നം കൊണ്ട് സൗന്ദര്യം വലിയ ഇടിവ് സംഭവിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു പ്രധാന ഘടകമാണ്. ചിരി വലിയൊരു ഘടകമാണ്. അതിപ്പോൾ ഏതൊരു വ്യക്തി എടുത്തു നോക്കിയാലും വളരെ സൗന്ദര്യമുള്ളവരാണെങ്കിൽ പോലും ചിരിയിൽ അല്ലെങ്കിൽ പല്ലിന് മോണയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ വലിയ മോശമായിട്ടത് നമുക്ക് ഫീൽ ചെയ്തേക്കാം. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ ഒരു കറക്റ്റ് ലുക്കിലോട്ട് അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ താരം അത്തരത്തിൽ മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് താരം ലക്ഷങ്ങൾ ചെലവാക്കുന്നത്. എന്നാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ താരം അത്തരം ഒരു സർജറി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ താരത്തിന്റെ താരപദവിക്ക് ചില കോട്ടങ്ങൾ സംഭവിച്ചേക്കാമെന്ന് ഞാൻ കരുതുന്നു. അതായത് താരത്തിനുള്ള ഈ ഒരു നെഗറ്റിവിറ്റി, താരത്തെ വിമർശിക്കാനാണ് ആളുകൾ ഏറെ കൂടുതൽ. അവർ ഇത്തരം കമന്റുകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെയാവാം താരം ഈ രീതിയിൽ ഇത്രയും അധികം സോഷ്യൽ മീഡിയ താരം. എന്ന് ആലോചിച്ച് നോക്കുക, 2024 താരം വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ വരുന്നു. 2025 താരം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ. 2026 അതായത് അടുപ്പിച്ചടുപ്പിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് 3 വർഷം സോഷ്യൽ മീഡിയയിലെ താരമായി മാറുന്നു. വേറെ ആരാണ് സോഷ്യൽ മീഡിയ നമുക്ക് എടുത്ത് കാണിക്കാനുള്ളത്? ഇതിനു മുമ്പ് ഇതേപോലെ സോഷ്യൽ മീഡിയ താരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ബിഗ് ബോസ് താരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല സീസണുകളിലും. പിന്നെ റോബിൻ, അഖിൽമാരാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. പിന്നെ ഈ ബ്ലോഗേഴ്സൊക്കെ സോഷ്യൽ മീഡിയയിൽ ചില വിഷയങ്ങളിൽ താരങ്ങളാവാറുണ്ട്, ബിഗ് ബോസ് കൊണ്ട് താരം ആവാറുണ്ട്. അതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഒരുപാട് നിൽക്കാറില്ല. അവരൊക്കെ ഇപ്പൊ എവിടെയാണെന്നോലും അറിയത്തില്ല. അവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആരും അവരെയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവരുടെയൊക്കെ പേജുകളിൽ അവർ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ കുറിച്ച് മറ്റാരും അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ അത്തരത്തിൽ 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള ആളുകൾ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ നടിക്കായിട്ടുണ്ടോ എന്നുള്ളത് ആരെയും അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഒരുപക്ഷെ വരും വർഷങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട അവാർഡുകൾ കിട്ടിയേക്കാം. എന്നാൽ ഈ പല്ലിന്റെ സർജറി നടത്തുന്നതോടുകൂടി താരം ഒരു നോർമൽ രീതിയിലേക്ക് വരുവാണെങ്കിൽ സുന്ദരിയായേക്കാം. പക്ഷേ താരത്തിന് സോഷ്യൽ മീഡിയയിൽ ഒരു പതനം ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം. നിലവിൽ രേണു സുധിയുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ തന്നെ 45K വീഡിയോസ് ആണ്. അതായത് 45,000 ചെയ്തിരിക്കുന്നത്. 3,800 യൂട്യൂബ് ചാനലുകൾ, 45,000 വീഡിയോസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതുപോലുള്ള മറ്റുള്ള സോഷ്യൽ മീഡിയ താരത്തെ കമ്പയർ ചെയ്യുന്ന മറ്റുള്ള താരങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇതിന്റെ 4 ഇല്ല. എന്നാൽ നിർണായകമാകാൻ പോകുന്ന ഒരു വിഷയം താരത്തിന് നടക്കാൻ പോകുന്ന ഈ സർജറി തന്നെയാണ്. അതിനുശേഷം എന്താണ് താരത്തിന്റെ പ്രമുഖ നടിയുടെ അവസ്ഥയെന്ന് കാത്തിരുന്ന് കാണാം നമുക്ക്. അങ്ങനെയെങ്കിൽ താരത്തെ നിങ്ങൾ കൂടുതൽ നെഞ്ചിലേറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? പരസ്യമായി താരം തള്ളക്കി വിളിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.